വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. സ്കൂൾ, വീടുകൾ, ആശുപത്രി എന്നിവ ശുചിത്വത്തോടെ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. രോഗസാധ്യതയുള്ള എല്ലാ പഞ്ചായത്തിലും പ്രത്യേക യോഗം ചേരും. വീടുകളിലെയും സ്കൂളുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് അവലോകന യോഗം നടക്കും. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യം മുഴുവൻ നിലവിലുണ്ട് എന്നുള്ളതാണ് DMO അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 14 പേർക്ക് കൂടി പുതുതായി രോഗലക്ഷണം കണ്ടെത്തി. 163 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ലിൻഡോ തോമസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിൻഡോ, ഇത് രോഗം കണ്ടെത്തിയ ആ സ്ഥലങ്ങളിൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മന്ത്രിതലത്തിൽ നടക്കുന്നത്. ആ രീതിയിലാണ് യോഗങ്ങൾ ചേർന്നതും പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിലേക്ക് ഇത് പടരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രുചീഷ്, സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖിൻ്റെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ഇന്ന് രാവിലെ ചേർന്നത്. ജില്ലാ കളക്ടർ, DMO അടക്കമുള്ള ആളുകൾ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ഉന്നതതല യോഗത്തിൽ ഇനി മുന്നോട്ടുള്ള ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം എന്നാണ് യോഗത്തിൽ തീരുമാനമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗം ലക്ഷണം കൂടുതൽ കാണിച്ച വിദ്യാർത്ഥികൾ താമസിക്കുന്ന പഞ്ചായത്തായിട്ടുള്ള നെന്മേനി പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും പ്രത്യേക യോഗം വിളിക്കുകയും ഇവിടെ വീടുകൾ, സ്കൂളുകൾ, കിണറുകൾ തുടങ്ങിയവ ശുചീകരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നാളെ ഒരു സ്പെഷ്യൽ ഡ്രൈവിലൂടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അഡ്മിറ്റായതിനു ശേഷം പിന്നീട് വീടുകളിലേക്ക് പോയ വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിൽ തന്നെ തുടരും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണം ഉണ്ടായാൽ അവർക്ക് അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിന് ശേഷം മന്ത്രി ടി സിദ്ദിഖ് നമ്മളോട് പറഞ്ഞത്. കൂടാതെ വലിയ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി സിദ്ദിഖ് പറഞ്ഞത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ മാർ ബസോലിയോസ് AUP സ്കൂളിലെ 443 വിദ്യാർത്ഥികൾക്കാണ് ഈ രോഗലക്ഷണം ഉണ്ടായത്. ഇതിൽ നിലവിൽ 68 വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രുചീഷ്.